ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ RRB NTPC 2024 വേണ്ടി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി മാത്സ് എക്സ്പ്രസ് ഫോർ റെയിൽവേസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 8ഓളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ റെയിൽവേയിലെ കംപ്ലീറ്റ് സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് റേഷ്യോ പ്രൊപ്പോർഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 5ഓളം ക്ലാസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് മെയിനായിട്ടുള്ള എക്സാം ആയിട്ടുള്ള എൻ ടി പി സിക്ക് വേണ്ടി ഈ സീരീസിനെ ഞാൻ നെയിം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് പേര് റെയിൽവേ എക്സാംസ് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ കണ്ടിട്ട് ഇത് SSCയുടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിൽ നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യും. പക്ഷേ റെയിൽവേ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഒരിക്കലും നിങ്ങൾ ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അത് എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് 35 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 20 ക്വസ്റ്റ്യൻസോളം ചിലപ്പോൾ ബേസിക് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള ഈ 15 ക്വസ്റ്റ്യനിലാണ് നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഇരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാ ചാപ്റ്ററും വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമല്ലാതെ എടുത്ത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കുറേ പേർക്ക് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൊന്നും ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തവരുണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് പേര് മെയിൽ അയക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു റെയിൽവേക്ക് വേണ്ടി NTPC വേണ്ടി. ഇത് NTPC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെയിൽവേയുടെ എല്ലാ എക്സാംസിനും ഉപയോഗിക്കാം. SSCക്ക് ക്ലാസ്സിൽ ഈ ടോപ്പിക്കൊന്നും പഠിക്കാത്തവർക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഠിച്ചവർക്കും ഒരു റിവിഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിയിരിക്കും. ഇപ്പോൾ വേറെ ക്ലാസ്സുകൾ പോലെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഇതുവരെ റെയിൽവേക്ക് പഠിച്ചു തുടങ്ങിയവരാണ്, ഇതുവരെ ഈ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ടു തുടങ്ങുക. ഇപ്പോൾ അതിൽ 1-2 ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് തീർക്കാൻ വളരെ എളുപ്പമാണ്. 4-5 ക്ലാസ് ആയിട്ടേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള റേഷ്യോ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ചാപ്റ്ററിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അഡ്വാൻസ് മാത്സ് ടോപ്പിക് എടുക്കാം. നിങ്ങൾ ഏത് ടോപ്പിക്ക് വേണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ടോപ്പിക്ക് നമ്മളെടുത്ത് ഫുൾ സിലബസ് നിങ്ങളുടെ NTPC എക്സാമിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് റെയിൽവേയുടെ എക്സാംസുകൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. നിങ്ങളത് ക്ലാസ്സുകൾ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക. ക്ലാസ്സുകൾ കാണുന്ന മുറയ്ക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിന്ന് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക്കിലെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. കോയിൻസിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ ആ ഒരു പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ടെക്നിക്ക്, അപ്പോൾ എപ്പോഴും ഒരു കാര്യം, നിങ്ങൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പുതിയ പുതിയ ക്ലാസ്സുകളിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകൾ മസ്റ്റായിട്ടും കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ അതിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ തുടങ്ങാം. മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കും. റേഷ്യോയുടെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും റേഷ്യോ എന്താണെന്നുള്ളതും അതെല്ലാം നമ്മളിവിടെ ഉപയോഗിക്കും. എന്നിട്ടായിരിക്കും വളരെ ഈസി ആയിട്ട് ഏറ്റവും ഒരു എക്സാമിന്, സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിക്കും. അപ്പോൾ നോക്കാം ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് 28 വയസ്സ്, എൻ്റെ അനിയന് 23 വയസ്സ്. അപ്പോൾ എൻ്റെ പ്രായമാണ് മൈ ഏജ്, മൈ ബ്രദേഴ്സ് ഏജ്, എൻ്റെ അനിയൻ്റെ പ്രായം. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് എനിക്ക് എത്ര വയസ്സാവും? എനിക്ക് 30 വയസ്സാവും. അനിയന് 25 വയസ്സാവും. ഇവിടെ നിന്ന് ഒരു 20 വർഷം കഴിഞ്ഞ് എനിക്ക് 48 വയസ്സാവും. അനിയന് 43 വയസ്സാവും. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് എനിക്ക് മനസ്സിലായത്? ഇതിൽ നിന്നും നമ്മളുടെ ആദ്യത്തെ കേസിൽ ഞാനും എൻ്റെ അനിയനും തമ്മിൽ എത്ര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്? 5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. രണ്ടാമത് 30 വയസ്സാകുമ്പോൾ, എനിക്ക് 30 ആകുമ്പോൾ അവൻ എത്രയായി? അവനും 2 വയസ്സ് കൂടി. ഇവിടെ എനിക്ക് 2 വയസ്സ് കൂടുമ്പോൾ അനുജനും എന്ത് ചെയ്തു? 2 വയസ്സ് കൂടി. ഇവിടെ എനിക്ക് 20 വയസ്സ് കൂടുമ്പോൾ അനുജനും എന്ത് ചെയ്തു? അതേപോലെ തന്നെ 20 വയസ്സ് കൂടി. അപ്പോൾ ഒരേ വാല്യൂ തന്നെ എന്ത് ചെയ്യുവാണ്? രണ്ടിടത്തും കൂടുവാണ്. അപ്പം നമ്മളുടെ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസ് ചേഞ്ച് ചെയ്യത്തില്ല. അതായത് എല്ലാ വർഷവും ഇപ്പോഴൊക്കെയാണോ നിങ്ങൾ നോക്കുന്നത്, ഒരു സമയത്ത് ഏജിന്റെ ഡിഫറൻസ് 5 വയസ്സാണെങ്കിൽ അതിന് എത്ര നാൾ കഴിഞ്ഞാലും ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും? 5 വയസ്സ് തന്നെ ആയിരിക്കും. അപ്പം ഇതിൽ നിന്നും
എന്ത് മനസ്സിലാക്കാം? ഇതൊന്നും ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാം. അതായത് രണ്ടാൾക്കാരുടെ ഏജിന്റെ ഡിഫറൻസ് ഓൾവേസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് ടു പീപ്പിൾ അല്ലെങ്കിൽ പീപ്പിൾ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് എന്ന് പറയാം. കോൺസ്റ്റന്റ്, ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പൊ രണ്ടാൾക്കാരുടെ ഇടയിലുള്ള പ്രായം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ആ ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഈ ഒരു ഒറ്റ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഏജിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റെയിൽവേയിൽ NTPCക്ക് അതേപോലെ ബാക്കി എക്സാംസുകൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്താണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച റേഷ്യോയുടെ കൺസെപ്റ്റും വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് നമ്മുടെ OMR ടൈപ്പ് എക്സാമുകളിൽ ആൾക്കാർക്ക് അത്ര കാൽക്കുലേഷൻ സ്പീഡിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് വന്നു. ഇപ്പോൾ TCS ആണ് എക്സാം നടത്തുന്നത്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസിനകത്ത് കാൽക്കുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല കാൽക്കുലേഷൻ സ്പീഡുള്ളവർക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും കാൽക്കുലേഷൻ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റെയിൽവേ ബാച്ച് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. SSCക്ക് മാത്രമല്ല, നിങ്ങൾക്ക് റെയിൽവേക്കാർക്ക് ഉപയോഗിക്കാം. പെർസെൻറ്റേജൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം അതിലുണ്ട്. അപ്പോൾ ഈ കാൽക്കുലേഷൻ സ്പീഡിൻ്റെ വീഡിയോ നിങ്ങൾ ഇതിൽ നിന്ന് കാണുക, അത് ഡെയിലി എഴുതുക. 30 മിനിറ്റ് ഡെയിലി അതിനു വേണ്ടി മാറ്റി വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാകും. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വഴി പഠിക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാമു ഈസ് ഓൾഡർ ദാൻ ലക്ഷ്മണൻ ബൈ 4 years. ഇപ്പോൾ രാമു ലക്ഷ്മണനേക്കായി 4 വയസ്സ് കൂടുതലാണ്, മൂത്തതാണ്. ഇഫ് ദർ പ്രസന്റ് ഏജസ് ആർ ഇൻ ദ റേഷ്യോ 6:5, ദെൻ ഹൗ ഓൾഡ് ഈസ് ലക്ഷ്മണൻ? ഇപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു റേഷ്യോന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രസന്റ് ഏജസ് ഇൻ ദ റേഷ്യോ 6:5 എന്ന് പറഞ്ഞാൽ എന്താ? രാമുവിന് 6 വയസ്സാണെങ്കിൽ ലക്ഷ്മണന് 5 വയസ്സാണ്. അപ്പോൾ 6 യൂണിറ്റ് ആണ് രാമുവിന്റെ വയസ്സെങ്കിൽ 5 യൂണിറ്റ് ആണ് ലക്ഷ്മണന്റെ വയസ്സ്. 5 ആവുമ്പോൾ ഇത് 6 ആവും, ഇത് 12 ആവുമ്പോൾ ഇത് 10 ആവും, ഇത് 18 ആവുമ്പോൾ ഇത് 15 ആവും. റേഷ്യോയുടെ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടാൽ അതൊക്കെ മനസ്സിലാവും എന്തായി പറഞ്ഞത്. അപ്പോൾ രാമുവിന് 6 യൂണിറ്റ് ആണെങ്കിൽ ലക്ഷ്മണന് 5 വയസ്സാണ് പ്രായം, 5 യൂണിറ്റ് ആണ് പ്രായം. ഇവിടെ പറയുന്നു രാമു ഈസ് ഓൾഡർ ദാൻ ലക്ഷ്മൺ ബൈ 4 years. അതായത് ഒറിജിനലായിട്ട് 4 വർഷത്തെ മൂപ്പാണ് ആർക്കുള്ളത്? രാമുവിനുള്ളത്. അതായത് ഇവിടെ എത്ര യൂണിറ്റിന്റെ വ്യത്യാസമുള്ളത്? ഇവിടെ പറയുന്നു ഇവിടെ ലക്ഷ്മണൻ 5 വയസ്സാണെങ്കിൽ അല്ലെങ്കിൽ 5 യൂണിറ്റ് ആണെങ്കിൽ രാമുവിന് 6 വയസ്സാണ്, അല്ലെങ്കിൽ 6 യൂണിറ്റ് ആണ് വയസ്സ്. 1 യൂണിറ്റിന്റെ കൂടുതലാണ് ഇവിടെ രാമുവിനുള്ളത്. ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. എത്ര? 4 വയസ്സെന്ന്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണന്റെ വയസ്സ് എത്ര? ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ആണ്. 1നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇവിടെ 4 വർഷം കിട്ടിയത്. 5ന്റെ വാല്യൂ 5നെ 4 കൊണ്ട് ഗുണിച്ച് എത്ര എന്ന് പറ്റി? 20 years പറ്റി. പക്ഷേ ഈ എക്സാം സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് സമയത്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ കാൽക്കുലേഷൻസിന്റെ സ്പീഡ് കൂട്ടുക. അത് ഡേ ബൈ ഡേ ഇംപ്രൂവ് ആവുന്ന ഒരു പ്രോസസ്സാണ്. ഒരിക്കലും ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതല്ല. ഡെയിലി അത് എഴുതുക, നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി രാമു ലക്ഷ്മണനേക്കാളും 4 വയസ്സ് മൂത്തതാണ്. പ്രസന്റ് ഏജിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 6:5. എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് പുതുതായിട്ട് വന്നവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തിട്ട് ചെറിയ മാത്സിന്റെ ഒക്കെ സെക്ഷണൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്ട്രാറ്റജി വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജി വീഡിയോ കാണുക, അതുപോലെ അത് പ്രാക്ടീസ് ചെയ്യുക. അവസാന സമയത്ത് അല്ല എക്സാംസ് ഒക്കെ എഴുതേണ്ടത് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് തുടങ്ങും. അപ്പോൾ 6:5 റേഷ്യോ. അപ്പോൾ 1 യൂണിറ്റ് ആണ് ഇവിടെ ഗ്യാപ്പ് ഉള്ളത്. ആ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് 4 വയസ്സ്. 1ന്റെ വാല്യൂ 4 ആണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് ലക്ഷ്മണൻ? ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളാണ്. 5ന്റെ വാല്യൂ വേണം. 1ന്റെ വാല്യൂ 4 ആണെങ്കിൽ 5ന്റെ വാല്യൂ എത്രയാണ്? 5 × 4 20. പേന എടുക്കാതെ തന്നെ ഇനി ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അടുത്തത്. The ratio of the ages of Arjun and Dharma is 4:5. 4 years ago, their ratio was 10:13. What will be the ratio of their ages after 3 years? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഏജിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? 4 വർഷം മുമ്പേ അർജുനും ധർമ്മയുണ്ട്. ഓക്കെ, അർജുനുണ്ട്, ധർമ്മയുണ്ട്. അപ്പൊ 4 വർഷം മുന്നേ ഇവരുടെ ഏജ് എത്രയാണ്? 4 വർഷമുള്ള റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് അർജുൻ ആൻഡ് ധർമ്മ. ഇപ്പോഴത്തെ പ്രായമാണ് ഇവരുടെ റേഷ്യോ ആണ്, ഏജിന്റെ റേഷ്യോ ആണ് 4:5 എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ്? പ്രസന്റ് റേഷ്യോ. ഇപ്പോഴത്തെ റേഷ്യോ. 4 years ago, 4 വർഷം മുന്നേ
ദിസ് റേഷ്യോ വാസ് 10:13. അപ്പോൾ 4 വർഷം മുന്നേ ഇതിന്റെ റേഷ്യോ എന്തായിരുന്നു? 10:13 ആയിരുന്നു. എപ്പോ? 4 വർഷം മുന്നേ, 4 ഇയേഴ്സ് മുന്നേ, മൈനസ് എഴുതാൻ മുന്നേ. അപ്പോൾ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 3 ഇയേഴ്സ്? അതായത് ഇത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോൾ, 3 ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയായിരിക്കും ഇവരുടെ റേഷ്യോ ഓഫ് ഏജസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവരുടെ ഒറിജിനൽ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, എത്ര വയസ്സാണ് ഇവർക്കുള്ളത് എന്ന് തന്നിട്ടില്ല. റേഷ്യോ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒരു ഫ്രഷ് ടോപ്പിക്കായിട്ട് നോക്കാതെ റേഷ്യോ ബാക്കി മുന്നത്തെ കാര്യങ്ങൾ കാണണം. റേഷ്യോ പ്രൊപ്പോർഷനിലെ ഒരു ടോപ്പിക്കാണ് ഏജസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പ്ലേലിസ്റ്റിലെ ക്ലാസ്സിലെല്ലാം കണ്ടു തീർക്കണം. കുറച്ച് ക്ലാസ്സുകളെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കണ്ടു തീർക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളുടെ ആദ്യം പഠിച്ച പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. എന്താണ് ആദ്യം പഠിച്ച പ്രോപ്പർട്ടി? ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് 2 പീപ്പിൾ വിൽ ബി ഓൾവേസ് കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ 10x 13x എന്ന് എടുത്താൽ ഇത് 4y 5y എന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു യൂണിറ്റിന്റെ വാല്യൂ സെയിം അല്ല, അതൊക്കെ റേഷ്യോയിൽ പറയുന്നുണ്ട്. അത് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ പറയുന്നു ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 10ഉം 13, ഡിഫറൻസ് 3 യൂണിറ്റ് ആണ്. ഇവിടെ പ്രസന്റ് 4 വർഷം മുന്നേ ആയപ്പോഴത്തേക്കും 3 യൂണിറ്റ് ആണ് ഡിഫറൻസ്. പ്രസന്റ് എത്രയാണ്? 1 യൂണിറ്റേ ഉള്ളൂ ഡിഫറൻസ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അത് പറ്റത്തില്ല. രണ്ടാൾക്കാരുടെ ഏജന്റ് ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ റേഷ്യോയിലെ ഈ 1നെ എന്താക്കണം? 3 ആക്കണം. അപ്പോൾ ഈ 1നെ 3 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ റേഷ്യോയെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് പുതിയ റേഷ്യോ എന്ത് വരും? 4 വർഷം മുന്നേ ഉള്ള റേഷ്യോ 10:13. അവിടെ ചേഞ്ച് ഇല്ല. കാര്യം 3നെ 1നെ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? രണ്ടിടത്ത് 3 ആക്കിയാൽ മതി. ഇവിടെ 1 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ എന്താ? 4 വർഷം മുന്നേ 10:13 ആണ് അവരുടെ ഏജന്റ് റേഷ്യോ. പ്രസന്റ് എന്ത് വരും? 4 3 12, 5 3 15. ഇതായിരിക്കും അവരുടെ പുതിയ റേഷ്യോ. ഇനി ഈ 4:5 ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പ്രസന്റ് ടൈമിലെ അവരുടെ ഏജന്റ് റേഷ്യോ. ഇപ്പൊ എന്തായി? രണ്ടിടത്തും ഏജിന്റെ ഡിഫറൻസ് സെയിം ആയി. ഇവിടെ 3 യൂണിറ്റ്, ഇവിടെ 3 യൂണിറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റേഷ്യോയെ ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ഇവിടെ നോക്കൂ, 4 വർഷം മുന്നേ 12, ഇപ്പൊ 12 ഉള്ളത് 4 വർഷം മുന്നേ എന്തായി? 10 ആയി. അതായത് റേഷ്യോയിൽ നിന്നും 2 കുറഞ്ഞപ്പോൾ, ഇവിടെ 2 തന്നെയല്ലേ കുറഞ്ഞ്? 2 കുറഞ്ഞപ്പോൾ ഒറിജിനലായിട്ട് എത്ര വർഷമാണ് കുറഞ്ഞത്? 4 വർഷമാണ് കുറഞ്ഞത്. അതായത് നമുക്ക് എന്ത് പറയാം? ഈ റേഷ്യോയിലെ 2 എന്ന് പറയുന്നത്, ഞാൻ റേഷ്യോയിലെ 2ന് പകരം എന്റെ ഒരു വട്ടം ഇടാൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും സമയം എടുക്കും. പക്ഷെ പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ റേഷ്യോയിലെ 2, ഞാൻ റേഷ്യോയിലെ 2ന് ഞാൻ എന്ത് ചെയ്യാം? ഒരു വട്ടം ഇടാം. റേഷ്യോയിലെ 2ന്റെ വാല്യൂ ആണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഏജ് പ്രോബ്ലംസ് ഒരു പ്രശ്നമായിട്ട് മാറരുത്. റേഷ്യോയിലെ 2 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് എന്ത് പറയാം? ഒറിജിനലിലെ 4 വയസ്സ്. റേഷ്യോയിലെ 2 യൂണിറ്റ് കുറഞ്ഞപ്പോൾ നമുക്ക് 4 വർഷത്തെയാണ് ഒറിജിനൽ എന്ത് വന്നത്? ചേഞ്ച് വന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 3 ഇയേഴ്സ്? അപ്പോൾ നമുക്ക് 2 രീതി ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ 2ന്റെ വാല്യൂ, റേഷ്യോയിലെ 2 ആണ് 4 വർഷം എന്ന് വെച്ചാൽ എത്ര കൊണ്ട് വിളിച്ചേക്കുന്നത്? 2 കൊണ്ട് വിളിച്ചേക്കുന്നത്. റേഷ്യോയിലെ ഒരു വാല്യൂവിനെ ഒറിജിനൽ വാല്യൂ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അല്ലെങ്കിൽ റേഷ്യോയിലെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്ക് പെർസെന്റേജ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 2 രീതിയിൽ ഇത് ചെയ്യാം. പെർസെന്റേജ് നമുക്ക് എന്ത് ചെയ്യാം? 12 റേഷ്യോയിലെ 12 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 12 ഗുണം 2 24. 15 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 15 ഗുണം 2 30. കാര്യം എന്ന് പറഞ്ഞാൽ റേഷ്യോയിലെ 1 എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. അങ്ങനെ 12 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 ഗുണം 2 24 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 30 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. ആഫ്റ്റർ 3 ഇയേഴ്സ് എന്താവും വയസ്സ്? ഇയാൾക്ക് 3 വയസ്സ് കൂടും, ഇയാൾക്ക് 3 വയസ്സ് കൂടും. അതായത് 24 3 കൂടി 27, 30 3 കൂടി 37. ഇതാണ് ഫൈനൽ റേഷ്യോ. നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് കിട്ടുമ്പോൾ 9:11. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയുണ്ട്. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 2 യൂണിറ്റ്, റേഷ്യോയിൽ 2 യൂണിറ്റ് ആണ് 4 ഇയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണം? 3 വർഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോയിലെ വാല്യൂ. കാര്യം എന്താ? 3 വർഷം കഴിഞ്ഞുള്ള വാല്യൂ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4ന്റെ വാല്യൂ 2 ആണെങ്കിൽ 4ന്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒറിജിനൽ വാല്യൂ നിന്നും റേഷ്യോയിലോട്ട് പോകാൻ എന്ത് ചെയ്യണം? പകുതി എടുക്കണം. അപ്പൊ 3ൽ നിന്നും റേഷ്യോയിലോട്ട് പോകാൻ എന്ത് ചെയ്യണം? 3ന്റെ പകുതി എത്രയാണ്? 3ന്റെ പകുതി 1.5 ആണ്. 1.5 ആണ്. റേഷ്യോയില് 1.5 ആണ് 3 ഇയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്? നമുക്ക് പ്രസന്റ് ആയിട്ടുള്ള റേഷ്യോ നമുക്ക് കിട്ടി 12:15. ഇതിൽ നിന്ന് ഇനി ചെയ്യാം. നമ്മുടെ 3 വർഷം കഴിഞ്ഞുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെയും 1.5 കൂടും, അതായത് 13.5. ഇവിടെയും 1.5 കൂടും, ഇത്രേ 16. ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ 135 റേഷ്യോ 165. 15 ഗുണം 9, 15 ഗുണം 15. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 27/2 റേഷ്യോ 33/2, 27 റേഷ്യോ 33, 9:15. ഇതൊക്കെ എഴുതി നോക്കുക. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്.
അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇത്ര സമയം വേണോ? വേണ്ട. അപ്പോൾ എല്ലാവരും നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലുകളും എല്ലാം കാണുമ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കും. അത് ഉറപ്പാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷെ എക്സാമിന് എന്ത് ചെയ്യണം? എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം ആരും പറയത്തില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ 4:5 10:13 ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ചിന്തിച്ച് തന്നെ എഴുതിയിരിക്കണം. നോക്കിവിടെ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് അർജുൻ ധർമ്മ 4:5, 4 വർഷം മുന്നേ അവരുടെ 10-13 ആയിരുന്നു പർട്ടിക്കുലർ ഏജ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് 1 ആണ്, ഡിഫറൻസ് 3 ആണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യണം. ഇത് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും പറഞ്ഞു തരത്തില്ല, ആരും പറഞ്ഞു തരത്തില്ല. ഇവിടെ 3, ഇവിടെ 1. എന്ത് ചെയ്യണം? ഈ 1നെ 3 ഈക്വൽ ആക്കാൻ വേണ്ടി ആദ്യമേ മേളിൽ 3 കൊണ്ട് വിളിക്കണം. അപ്പോൾ അതായിരിക്കണം ആദ്യം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ 12:15 ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്തു? നമ്മൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. 12 അത് വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. 12:15 ഇപ്പോഴത്തെ 4 വർഷം മുന്നുള്ളത് 10:13 ആണ്. അപ്പോൾ 3 ആയി. ഇപ്പൊ 2ന്റെ വാല്യൂ ആണ് 4. നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? 12 വാല്യൂ 24. ഇത് 30. നമുക്ക് 3 കൂടുമ്പോൾ 27, 33, 3 വെച്ച് കിട്ടുമ്പോൾ 9:12. ഇത്രയും കാര്യം എഴുതിയാൽ മതി ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ റേഷ്യോയിലെ ആ വാല്യൂ എടുത്ത് അങ്ങനെ ചെയ്യാം. റേഷ്യോയിലെ ഈ വാല്യൂ ആണ് ഇത്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ ചെയ്യാം. ഇപ്പൊ 2 കാര്യം അനലൈസ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ ചെയ്യും. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ 1 സ്റ്റെപ്പ് സൊല്യൂഷൻ ആണ്. കുറച്ചുകൂടെ അഡ്വാൻസിലോട്ട് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ 3 ആക്കി, ഇവിടെ 12, 10 ആയി. അപ്പോൾ 2ന്റെ വാല്യൂ ആണ് 4 എന്ന് പറയുന്നത്. 2ന്റെ വാല്യൂ 4 ആണെങ്കിൽ 3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. പിന്നെ 1.5 കൂട്ടുക, ഇതിൻ്റെ കൂടെ 1.5 കൂട്ടുക, ഇതിൻ്റെ കൂടെ നമ്മൾ 12, 15 ആണ്. അപ്പോൾ 12 1.5 കൂട്ടി 13, ഇത് 16, അതായത് 27/2, 33, 27/2 റേഷ്യോ 33, അല്ലെ 27:33, 9:12. വേണമെങ്കിൽ എന്ത് ചെയ്യാം? പെൻ ഫ്രീ ആയിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡിനെ അനുസരിച്ചിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഏജിന്റെ പ്രോബ്ലം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, റേഷ്യോ മാറ്റുന്നതും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സ്ഥലത്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം മെത്തേഡ് ആക്കാൻ ശ്രമിക്കുക. യെസ്, അടുത്ത ദിവസം ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പറയാം. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് വളരെയധികം കുറവാണ്. നിങ്ങൾ ഇത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നിട്ടും നിങ്ങൾ വളരെ കുറച്ചുള്ളൊരു റെസ്പോൺസ് ആണ് തരുന്നത്. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ഡെയിലി ഇതാണുള്ളൊരു ഇതും കിട്ടാത്തത്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. നോക്കൂ, 9 years ago P's age was twice of age of Q. If the ratio of their percentage ഇതാണെങ്കിൽ സം ഓഫ് their percentage. സം ഓഫ് their percentage എന്ന് പറഞ്ഞാൽ 5, 4, 9 യൂണിറ്റ്. 9 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ. ഇത് മാത്രമേ എന്തുള്ളൂ? 9ന്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. ഓപ്ഷൻ ഡി കൊടുക്കാം. പക്ഷേ 9 യൂണിറ്റ്, ഒരു യൂണിറ്റിനകത്ത് അടിയിൽ ഡിവൈഡഡ് ബൈ 9 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് വരത്തില്ല? ഈ ആൻസർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി ഡയറക്റ്റ് എന്ത് ചെയ്യാം? 9ന്റെ മൾട്ടിപ്പിൾ 5, 4, 9 യൂണിറ്റാണ്. 9 ഇൻറ്റു സംതിങ്. 9ന്റെ മൾട്ടിപ്പിൾ ആൻസർ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കാം? ഓപ്ഷൻ ഡി കൊടുക്കാം. പക്ഷെ ചില സ്ഥലത്ത് 1 സ്റ്റെപ്പിൽ എഴുതാം, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ചില സ്ഥലത്ത് എന്ത് വന്നിട്ടുണ്ട്? ആ ഒരു 9ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം 9, 5x, 4x, 9x കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സിന്റെ താഴെ എന്ത് വരും? 9 വന്നു കഴിഞ്ഞാൽ ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ മാറും. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. റയറായിട്ട് അങ്ങനെ വരത്തോളും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യും. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്? ഇഫ്ത റേഷ്യോ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് 5:4. 9 വർഷം മുന്നേ പിയും ക്യൂ ആണ്. ട്വൈസ് ദ ഏജ് ഓഫ് ക്യൂ. ഇപ്പോൾ 2:1 ആയിരുന്നു എപ്പോൾ? 9 വർഷം മുന്നേ. ഇത് പ്രസന്റ് ആണ്. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാവുന്നു. പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാണ്? എഴുതുവാണ്. ഇപ്പോൾ ഡിഫറൻസ് ഇവിടെ 1 ആണ്, ഇവിടെ എന്താണ്? ഡിഫറൻസ് 1 ആണ്. ഇപ്പോൾ എന്ത് ചെയ്തു? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോയിലെ 5-2 ആയി. റേഷ്യോയിലെ 3 യൂണിറ്റ് ആണ്. എത്ര വർഷം എന്ന് പറയുന്നത്? 30 years എന്ന് പറയുന്നത്. റേഷ്യോ ഉള്ളപ്പോൾ ഞാൻ വട്ടവിടാം. ബട്ട് ഇറ്റ്സ് സം ഓഫ് ദെയർ പെർസെൻറ്റേജ്. സം ഓഫ് ദെയർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്? റേഷ്യോയിലെ 5, 4, 9 യൂണിറ്റ് ആണ് അല്ലേ? പിക്ക് 5 യൂണിറ്റ് ആണെങ്കിൽ പി ക്യൂവിന് 4 വയസ്സാണ് ഇപ്പോൾ. 5 യൂണിറ്റ് വയസ്സാണ് ഇപ്പോൾ. 5, 4, 9. റേഷ്യോയിലെ 3ന്റെ വാല്യൂ നമുക്ക് കിട്ടി, ഒറിജിനലിലെ 9 വയസ്സ്. എന്നാൽ റേഷ്യോയിലെ 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3നെ 3 കൊണ്ട് ഗുണിക്കുവാണ്. 9നെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. 27. ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കിയാൽ ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം. അടുത്ത ദിവസം നോക്കിയാൽ The ages of A and B are in the ratio 5:3. After 5 years, the ratio of their 5 years hence എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷം കഴിഞ്ഞാണ്. After 5 years, the ratio of their ages will be 10:7. What is the difference between present ages of A and B? അപ്പോൾ ഡിഫറൻസ് വേണം. ഇപ്പോഴത്തെ എയുടെയും ബിയുടെയും വയസ്സിന്റെ ഡിഫറൻസ് വേണം. അപ്പോൾ ഇപ്പോഴത്തെ റേഷ്യോ എന്താണ്? 5:3 ആണ്. ഇത് പ്രസന്റ് ആണ്. ആഫ്റ്റർ 5 years എന്താവും? ഇത് 10:7 ആണ്. ഇത് പ്ലസ് 5 years. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് നിങ്ങളോട്. ഇത്ര എഴുതി വെറുതെ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് താഴോട്ട് എഴുതുന്നതിൽ അർത്ഥമില്ല. ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിരിക്കണം. നിങ്ങളുടെ എക്സാമിന്റെ മെത്തേഡ് എങ്ങനെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. 5:3 ആണ് ഇനിഷ്യൽ. ആഫ്റ്റർ 5 years 10:7 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 3 വന്നു.
ഇവിടുത്തെ ഡിഫറൻസ് 2 വന്നു. നമുക്ക് നോക്കാവുന്ന തന്നെയാണ്. രണ്ടും എന്താക്കുന്ന സെയിം ആക്കണം. 3നെയും 2നെയും ഈക്വൽ ആക്കണമെങ്കിൽ 3നെയും 2ന്റെയും LCM വേണം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM SCM ഒക്കെ ക്ലാസ് നമ്മുടെ ഏകലവ്യ വെച്ചിട്ട് കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് കാണുക. അത് SSCക്ക് വേണ്ടി മാത്രമുള്ളതല്ല, റെയിൽവേ കൂടെ വേണ്ടിയുള്ളതാണ്. LCM SCM ക്ലാസ് വേറെ എവിടെയും നിങ്ങൾ ഇനി LCM SCM പഠിക്കേണ്ട പോലും ആവശ്യമില്ല. അത് ഏകലവ്യ വെച്ചിട്ട് കിടപ്പുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ 2 യൂണിറ്റ്, ഇവിടെ 3 യൂണിറ്റ്. 2നെയും 3നെയും ഈക്വൽ ആക്കാൻ വേണ്ടി എന്താക്കണം? 2ഉം 6 ആക്കണം. ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 2 കൊണ്ട് ഗുണിക്കും. ഇപ്പൊ എന്താവും? ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ പ്രസന്റ് റേഷ്യോ എന്താവും? 5 ഗുണം 3 15, 3 ഗുണം 3 9. ഇതാണ് നമ്മുടെ പ്രസന്റ് റേഷ്യോ. ഇനി 5 വർഷം കഴിഞ്ഞ് എന്താവും? ഇവിടെ 2 ഉള്ളൂ, 2 കൊണ്ട് ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 3 ഡിഫറൻസ്, അതിനെ 6 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിക്കണം. എന്തായി? 20:11. ഇപ്പൊ ഇവിടെ 6ന്റെ ഡിഫറൻസ് ആയി, ഇവിടെ 6ന്റെ ഡിഫറൻസ് ആയി. ഇതാണ് 5 വർഷം കഴിഞ്ഞുള്ള ഡിഫറൻസ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കുറച്ച് എഴുതിയാൽ മതി. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? അപ്പോൾ ഇത് 5 വർഷം ഉണ്ട് ഇവിടുത്തെ ഗ്യാപ്പ്. ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്, പ്രശ്നമില്ല. ഇവിടെ നിന്നും റേഷ്യോയിൽ എത്ര കൂടുന്നത്? 5 യൂണിറ്റാണ് കൂടുന്നത്. അപ്പൊ റേഷ്യോയിൽ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ? 5 വർഷം തന്നെ. റേഷ്യോയിൽ 5 യൂണിറ്റ് കൂടിയപ്പോൾ ഒറിജിനലായിട്ട് എത്ര കൂടിയത്? 5 വയസ്സാണ് കൂടിയത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർസെൻറ്റേജസ് ഓഫ് എ ആൻഡ് ബി? ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നിങ്ങൾ ഇതെടുക്കരുത്, ഈ ഒരു റേഷ്യോ എടുക്കരുത്. ഈ റേഷ്യോ ആണ് നമ്മുടെ ഇനി എടുക്കേണ്ട ആവശ്യമുള്ള റേഷ്യോ. 15:9, അതായത് റേഷ്യോയിൽ 6 യൂണിറ്റ് ആണ് ഡിഫറൻസ്. റേഷ്യോയിൽ 5 യൂണിറ്റ് 5 വർഷമാണെങ്കിൽ റേഷ്യോയിൽ 6 യൂണിറ്റ് 6 വർഷമാണ്. അതായത് ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 6 വയസ്സാണ്. വേണമെങ്കിൽ പേന എടുക്കുക, ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി 2 കൊണ്ട് വിളിച്ചു 10, ഇവിടെ 3 കൊണ്ട് വിളിച്ചു, ഇവിടെ 3 കൊണ്ട് വിളിച്ചു 15, ഇവിടെ 2 കൊണ്ട് വിളിച്ചു 20. അപ്പോൾ 5ന്റെ വാല്യൂ ആണ് 5 എന്ന് പറയുന്നത്. 2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 തന്നെ. 5ന്റെ വാല്യൂ ആണ് 5, ഡിഫറൻസ് 6 ആക്കി നമ്മൾ 6ന്റെ വാല്യൂ 6 തന്നെ വരും. പെൻ ഫ്രീ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറഞ്ഞു തരുന്നതായിരിക്കും. പ്രാക്ടീസ് ചെയ്ത് നല്ല ഇതിലോട്ട് എത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ദിവസം ചെയ്യാം. ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ്, ഓക്കെ, നിങ്ങളുടെ റെയിൽവേയിൽ വന്നിട്ടുള്ള പല പല ക്വസ്റ്റ്യൻസ് എടുത്താണ് ചെയ്യുന്നത്. റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് മോനു ആൻഡ് സോനു ഇസ് 3:4. ദ റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് മോനു 5 years ago ആൻഡ് ദാറ്റ് ഓഫ് സോനു 5 years hence ഈസ് 2:5. ഫൈൻഡ് മോനൂസ് പെർസെൻറ്റേജ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നു പെർസെൻറ്റേജ് ഓഫ് മോനു ആൻഡ് സോനു. മോനു ഉണ്ട്, സോനു ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഏജിൻ്റെ ഒക്കെ പ്രോബ്ലംസ് നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ഇടാറില്ല. പക്ഷേ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നോക്കി എങ്ങനെ ചെയ്യുന്നത്? റേഷ്യോ പെർസെൻറ്റേജ് ഓഫ് മോനു ആൻഡ് സോനു ഇസ് 3:4. അതായത് മോനുവിൻ്റെയും സോനുവിൻ്റെയും ഇപ്പോഴത്തെ പ്രായങ്ങളുടെ റേഷ്യോ. മോനുവിൻ്റെ 3 യൂണിറ്റ് ആണെങ്കിൽ സോനുവിൻ്റെ 4 യൂണിറ്റ് ആണ്. അപ്പോൾ 3:4 ഇവരുടെ ഇപ്പോഴത്തെ പ്രായം ഇരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് മോനു 5 years ago. അതായത് 5 വർഷം മുന്നേ ഉള്ള 5 വർഷം മുന്നേ ഉള്ള മോനുവിൻ്റെ വയസ്സ് 2 യൂണിറ്റ് ആണെങ്കിൽ 2:5 ആണ്. 2 യൂണിറ്റ് ആണെങ്കിൽ റേഷ്യോ ഓഫ് മോനു 5 years ago ആൻഡ് ദാറ്റ് ഓഫ് സോനു 5 years hence. അതായത് സോനുവിൻ്റെ വയസ്സ്, ഇതാണ് പ്രസന്റ്, 5 വർഷം കഴിഞ്ഞിട്ടുള്ളത്. സോനുവിൻ്റെ വയസ്സ് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഇത് 5 ആണ്. ഇതിൻ്റെ ഒരു യൂണിറ്റ് ഇതിൻ്റെ ഒരു യൂണിറ്റ് സെയിം ആണ്. ഇത് 2 ആണെങ്കിൽ ഇത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് മോനൂസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷൻ വന്നേ പറ്റും. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ എന്താ? മോനുവിന്റെ പ്രായം 3ൽ നിന്നും 2 1 യൂണിറ്റാണ് കുറയുന്നത്. സോനുവിന്റെ പ്രായം 4ൽ നിന്നും 5 1 യൂണിറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടുന്ന് 1 കുറയുന്നത്, ഇവിടുന്നും 1 കൂടുന്നത്. അത് സെയിം വർഷം തന്നെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 1 യൂണിറ്റ് കുറയുന്നു, ഇവിടെ 1 യൂണിറ്റ് കുറയുന്നു. ഇവിടെ 1 യൂണിറ്റ് കുറഞ്ഞു, ഇവിടെ ഇപ്പോൾ 6 ആണെന്ന് വെച്ചാൽ 2 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 1 യൂണിറ്റ് കുറഞ്ഞു, ഇവിടെ 2 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? അല്ലെങ്കിൽ നമ്മൾ സെയിം ആക്കണം ഇതിനെ. ഇവിടെ 5 വർഷം കുറയുന്നു, ഇവിടെ 5 വർഷം കൂടുന്നു. ഇവിടെ 5 വർഷം കുറയുന്നു, മോനുവിന്റെ 5 വർഷം മുന്നത്തെ, സോനുവിന്റെ 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇത് 5 വർഷമാണെങ്കിൽ ഇത് 5 വർഷമാണ്. ഒരിടത്ത് കുറയുന്നു, ഒരിടത്ത് കൂടുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ? ഈ വാല്യൂ എന്തായാലും പറ്റും? സെയിം ആയാൽ പറ്റും. രണ്ടും എന്ത് തന്നെയാണ്? 1 യൂണിറ്റ് തന്നെയാണ്. 1 യൂണിറ്റ് തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? 1 യൂണിറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ റേഷ്യോയിലെ 1 യൂണിറ്റിനെ കറസ്പോണ്ടിങ് ചെയ്യുന്ന വാല്യൂ ആണ് ഒറിജിനലായിട്ട് എത്ര? 5 വർഷമാണ്. ഇതെല്ലാം റേഷ്യോയിലും 1 യൂണിറ്റ് സെയിം തന്നെയാണ്, 5 വർഷം തന്നെയാണ്. ഇവിടെ 1 കൂടുമ്പോൾ ഇവിടെ 1 കുറയുമ്പോൾ ഇവിടെ 1 തന്നെ കൂടുകയാണ്. അതിന്റെ വാല്യൂ 5 വർഷം തന്നെയാണ്. ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. മോനുവിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്? 3 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 5 വർഷമാണെങ്കിൽ 3 യൂണിറ്റ് എത്രയാണ്? 15 years ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിലയിടത്ത് ചിലപ്പോൾ ഈ ഒരു 5 വർഷം റേഷ്യോ ചിലപ്പോൾ സെയിം ആകത്തില്ല. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആവും. നമ്മൾ ഇതിന് ആ റേഷ്യോ ഈക്വൽ ആക്കും. 2 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യും.
ഇവിടെ പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏജസ് ഓഫ് 2 persons ഡിഫർ ബൈ 14 years. രണ്ടുപേരുടെ വയസ്സുകളുടെ ഡിഫറൻസ് 14 വയസ്സാണ്. ഇഫ് 4 years ago the elder one was 3 times as old as the younger one, the percentage of younger one. വളരെ എളുപ്പമല്ലേ? 4 വർഷം മുന്നേ എൽഡറും യങ്ങറും. എൽഡർ വൺ വാസ് 3 times as old as younger one. ഇത് 1 യങ്ങറിന്റെ പ്രായമെങ്കിൽ 3 എൽഡറിന്റെ പ്രായം. അത് 4 വർഷം മുന്നെയാണ്. 4 വർഷം മുന്നേ ആയിക്കോട്ടെ, 40 വർഷം മുന്നേ ആയിക്കോട്ടെ, ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റിന്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? 14 വയസ്സാണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് യങ്ങർ വൺ. അപ്പോൾ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? യങ്ങർ വണ്ണിന്റെ 2 യൂണിറ്റിന്റെ വാല്യൂ 14 ആണെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ 7 വയസ്സ്. 7 വയസ്സ് എപ്പോഴാണ്? 4 വർഷം മുന്നെയാണ്. 4 വർഷം മുന്നെയാണ്. ഇപ്പൊ എത്രയായി? 4. ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? 4 വയസ്സ് കൂട്ടണം. 7 4 11 വയസ്സാണ് ആ പുള്ളിക്കാരന് ഇപ്പോൾ ഉള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. 6 years from now, Kirti's age will be twice the age of her brother Kunal, but 4 years ago she was 4 times as old as Kunal was then. Find the percentage of Kunal. നമുക്ക് ബിഫോർ ഉള്ള കാര്യം ആദ്യം എഴുതാം. 4 years ago she was 4 times. ആരൊക്കെ? കീർത്തിയും കുണാലും. ഓക്കെ, KIKU. 4 years ago 4 times as old as Kunal. ഓക്കെ, 4:1 ആയിരുന്നു. എപ്പോ? 4 വർഷം മുന്നത്തെ കാര്യം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ട്വൈസ് ദ ഏജ് ഓഫ് brother Kunal 6 years from now. പ്രസന്റ് കഴിഞ്ഞിട്ട് പ്ലസ് 6 years. പ്ലസ് 6 ആകുമ്പോൾ എന്താവും? കീർത്തിസ് ഏജ് ട്വൈസ് ദ ഏജ് ഓഫ് brother 2:1. അപ്പൊ ഇത് 10 വർഷത്തെ ഗ്യാപ്പാണ് ഉള്ളത്. 10 yearsലെ ഗ്യാപ്പാണുള്ളത്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് കുണാലാണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇവിടെ 3ന്റെ ഗ്യാപ്പ്, ഇവിടെ 1ന്റെ ഗ്യാപ്പ്, 2നെ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ 3 ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഗുണിക്കാം. പുതിയ റേഷ്യോ എന്താവും? ഇവിടുത്തെ 6:3. ഇനി ഈ റേഷ്യോ നോക്കണം, 2:1 നോക്കണ്ട. 6:3 ആണ് ഇപ്പോഴത്തെ. പ്ലസ് 6 6 വർഷം കഴിഞ്ഞുള്ള റേഷ്യോ. ഇവിടെ 3 ആയി, ഇവിടെ 3 ആയി. ഇപ്പൊ എത്ര ഗ്യാപ്പ് വന്നത്? 2 യൂണിറ്റ്. റേഷ്യോയിൽ 2 യൂണിറ്റ് ആണ് കൂടിയത്. ആ 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് എത്ര? ഇവിടെ നിന്നും ഇവിടെ ഉള്ള ഗ്യാപ്പ് -4. പ്രസന്റിൽ എത്തുമ്പോൾ 4 വർഷമായി. പിന്നെ 6 വർഷം, 10 വയസ്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് കുണാൽ. നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോയിൽ 2 എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ്. ഇപ്പൊ റേഷ്യോയിൽ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വയസ്സാണ് അല്ലെ? റേഷ്യോയിൽ 2 10 വയസ്സാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 വയസ്സാണ്. ഈ 1 യൂണിറ്റ് എത്രയാണ്? 5 വയസ്സാണ്. 4 വർഷം മുന്നേ കുണാലിന് 5 വയസ്സുണ്ടായിരുന്നു. പ്രസന്റിൽ കുണാലിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 5ന്റെ കൂടെ 4 കൂട്ടി 9 വയസ്സ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത 4 years ago the ratio of age of the son to that of his father 2:7, and 10 years hence 10 വർഷം കഴിഞ്ഞു it will change to 3:7. the positive difference between their ages. ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 4 വർഷം മുന്നേ 2:7 ആയിരുന്നു. ഇപ്പോൾ 4 വർഷം മുന്നേ അതെന്തായി മാറി? അത് 10 വർഷം കഴിഞ്ഞിട്ട് 10 years hence it will change to 3:7. എഴുതുന്ന ശ്രദ്ധിച്ചോണം. ഇതെപ്പോഴാണ്? 10 വർഷം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, 10 വർഷം കഴിഞ്ഞിട്ടാണ്. ഡിഫറൻസ് നോക്കാം. ഇവിടെ 5 ആണ്, ഇവിടെ 4 ആണ്. 5 ആണ്, 4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ ഇതിന്റെ ഡിഫറൻസ് സെയിം ആക്കി ചെയ്താൽ അത്രയും നല്ലത്. ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്ത് എഴുതാം. ഇപ്പൊ 2:7, ഇവിടെ 5ഉം ഇവിടെ 4ഉം ആണ്. എന്ത് ചെയ്യണം? 5നെ 4 ഈക്വലാക്കാൻ വേണ്ടി ഇവിടെ 4 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 5 കൊണ്ട്. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 20 ആവും. ഇവിടെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്താവും? 20 ആവും. ഡിഫറൻസ് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? ആദ്യത്തിനകത്ത് 4 കൊണ്ട് ഗുണിക്കും 8:28. രണ്ടാമത്തിനകത്ത് 5 കൊണ്ട് ഗുണിക്കും. 5 ഗുണിക്കുമ്പോൾ 15:35. രണ്ടിടത്തും ഡിഫറൻസ് എത്രയായി? 20 ആയി. ഇത് 4 വർഷം മുന്നേ, ഇത് 10 വർഷം കഴിഞ്ഞിട്ട്. ഇപ്പൊ എന്താ പറയുന്നത്? എത്ര ഗ്യാപ്പ് വരുന്നത്? റേഷ്യോയിൽ 7, 8-ന്ന് 15 അല്ലെങ്കിൽ 28-ന്ന് 35 ആവാൻ റേഷ്യോയിൽ 7 യൂണിറ്റ്. റേഷ്യോ കാണിക്കാതെ ഞാൻ വട്ടമിട്ടേക്കുന്നത്. റേഷ്യോയിൽ 7 യൂണിറ്റ് ആണ്. എത്ര വയസ്സ്? 4 10 14 ഇയേഴ്സ്. 1നെ 2 കൊണ്ട് ഗുണിച്ചേക്കാം. റേഷ്യോയിൽ 1 എന്ന് പറഞ്ഞാൽ 2 വയസ്സ്. പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിഫറൻസ്? 20 യൂണിറ്റ് ആണ്. 7ന്റെ വാല്യൂ 14 ആണെങ്കിൽ എല്ലാത്തിൻ്റെ ഇരട്ടിയാണ്. റേഷ്യോയിലെ വാല്യൂടെ ഇരട്ടിയാണ് ഒറിജിനൽ വാല്യൂ. റേഷ്യോയിലെ 20 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി. ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 40 വയസ്സിന്റെ ഡിഫറൻസ് ആണ് അവർക്കുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത, അമൻസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈസ് 105 വയസ്സ് ഇയേഴ്സ് ഓൾഡ്. അവന്റെ മുതുമുത്തച്ഛൻ 105 വയസ്സ് പ്രായമുണ്ട്. അമൻസ് ഫാദർ രാംസിംഗ് ഈസ് 1/3 ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അപ്പൊ അമന്റെ ഫാദർ രാംസിംഗിന്റെ ഏജ് ഗ്രാൻഡ് ഫാദറിന്റെ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ അമന്റെ അച്ഛന്റെ ഗ്രാൻഡ് ഫാദർ ആണ് മുതുമുത്തച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ അമന്റെ ഫാദർ ഇയാളുടെ 1/3 ആണ്. അപ്പൊ അമന്റെ ഫാദറിന് 105ന്റെ 1/3, 105/3 എന്ന് പറയുമ്പോൾ 35 വയസ്സാണ് അമന്റെ ഫാദറിനുള്ളത്. ഈ 35 എന്നൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. 5 years ago when Aman was born,
രാംസിംഗ്സ് മദർ വാസ് ഡബിൾ ദ ഏജ് ഓഫ് രാംസിംഗ്. അപ്പോൾ 5 വർഷം മുന്നേ അമൻ ജനിച്ചു. ആ സമയത്ത് രാംസിംഗിന്റെ അമ്മ വാസ് ഡബിൾ ദ ഏജ് ഓഫ് രാംസിംഗ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഏജ് ബിറ്റ്വീൻ അമൻ ആൻഡ് രാംസിംഗ്? അപ്പൊ അമന്റെയും രാംസിംഗിന്റെയും വയസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ നോക്ക്, അമൻ 5 വർഷം മുന്നെയാണ് ജനിച്ചെന്ന് പറഞ്ഞു. അമൻ വാസ് ബോൺ 5 years ago അമൻ വാസ് ബോൺ. അപ്പൊ അമന്റെ പ്രായം എത്രയാണ്? അമനിന് 5 വയസ്സുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ അമൻ ആൻഡ് രാംസിംഗ്. രാംസിംഗിന്റെ വയസ്സ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എത്ര വയസ്സ്? 35 വയസ്സ് തന്നിട്ടുണ്ട്. അവരുടെ ഡിഫറൻസ് പറഞ്ഞാൽ 35 - 5 30 ബാക്കി തന്നിട്ടുള്ള ഈ അമ്മയുടെ കാര്യം ഉണ്ടല്ലോ, വെൻ അമൻ വാസ് ബോൺ രാംസിംഗ് മദർ വാസ് ഡബിൾ ദ ഏജ് ഓഫ് രാംസിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്താണ്? നമുക്ക് ഒരാവശ്യമില്ല, നോ യൂസ്. നമ്മളെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതാണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റിന്റെ ഇടയ്ക്ക് എന്ത് വരും? ഇങ്ങനെ ഇവന്മാർ തരും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തരും. അതിനെ നമ്മൾ കണ്ടില്ലെന്ന് തന്നെ നടിക്കണം. ഇത് എടുക്കേണ്ട ആവശ്യമില്ല. രാംസിംഗിന്റെ മദറിന്റെ പ്രായം അവർ ആരും ചോദിക്കുന്നില്ല. ഇത് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് 2 സെന്റൻസിൽ നിന്ന് നമുക്ക് രാംസിംഗിന്റെ പ്രായം കിട്ടി, 35 വയസ്സ്. 105/3 1/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അമൻ ജനിച്ചത് 5 വർഷം മുന്നേ ആണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അമന് 5 വയസ്സുണ്ട്. അവരുടെ ഡിഫറൻസ് എത്ര വരുന്നത്? 30 വയസ്സേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. അടുത്ത ദിവസം എത്ര ദിവസം ഉണ്ട്? ഇനി 2 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഏജ് എന്ന് പറയുന്ന NDPCയുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. റേഷ്യോ ഓഫ് a man's age to his father's age 4:5. Ratio of his age to son's age is 6:1. 4 years ago, these ratios were 11:14 and 11:1 respectively. The ratio of age of the grandfather to that of the grandson 12 years from now. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ നല്ല ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ പറയുന്നു ഫാദർ ഉണ്ട്, മാനുണ്ട്, അയാളുടെ സൺ ഉണ്ട്. അപ്പൊ അവരുടെ ഏജ് എന്താ പറയുന്നത്? റേഷ്യോ മാൻസ് ഏജ് ടു ഫാദേഴ്സ് ഏജ്. അപ്പൊ ഫാദറിന്റെ മാൻസ് ഏജ് ടു ഫാദേഴ്സ് ഏജ്, മാൻ 4 ആണെങ്കിൽ ഫാദർ എത്താണ്? 5 ആണ്. റേഷ്യോ ഓഫ് ഹിസ് ഏജ് ടു സൺസ് ഏജ്, അയാളുടെ ഏജും സണ്ണിന്റെ ഏജും 6:, മാന്റെ ഏജ് 6 ആണെങ്കിൽ സണ്ണിന്റെ 1 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക. റേഷ്യോ കമ്പൈൻ ചെയ്യാൻ വേണ്ടി റേഷ്യോ പ്രൊപ്പോർഷന്റെ ആ പ്ലേലിസ്റ്റിൽ പറഞ്ഞ ക്ലാസ്സിൽ കണ്ടാൽ മതി. ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നു 4 ആണ്, 6 ആണ്. ഇവിടെ പറയുന്നു മാന്റെ 4 ആണ്. ഇതിനെ ഈക്വൽ ആക്കാൻ വേണ്ടി 2നെ 12 ആക്കുക. 12 ആക്കാൻ വേണ്ടി ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക. ഫസ്റ്റ് റേഷ്യോ മൊത്തത്തിൽ 3 കൊണ്ട് ഗുണിക്കുക. ഫാദർ എന്താവും? 15, മാൻ എന്താവും? 12. ഈ റേഷ്യോ മൊത്തം എന്ത് ചെയ്യാം? 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്താവും? മാൻ 12 തന്നെ, സണ്ണ് 2. ഇതാണ് ഇവരുടെ 3 പേരുടെയും കൂടെ കമ്പൈൻഡ് റേഷ്യോ. ഇത് പ്രസന്റ് ആണ്. പ്രസന്റ് റേഷ്യോ ആണ്. 15:12:2 എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? 4 years ago. അപ്പൊ 4 വർഷം മുന്നേ എന്താ പറയുന്നത്? 4 വർഷം മുന്നേ ഇപ്പോൾ 15:12:2 ആണ്. 12:2 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത 2 ആൾക്കാരാണെങ്കിൽ ഇവിടെ 3 ആൾക്കാർ വരും. അത്രയുള്ള വ്യത്യാസം. 15:12:2 ആണ്. ഇത് പ്രസന്റ് ആണ്. അപ്പൊ 4 വർഷം മുന്നേ എന്താ സംഭവിക്കുന്നത്? 4 വർഷം മുന്നേ 4 years ago, these ratios were 11:14. അതായത് ഫാദർ, മാൻ, സൺ എന്ന് പറഞ്ഞാൽ 11. 4 years ago, these ratios, അതായത് മാൻസ് ഏജ് ടു ഹിസ് ഫാദേഴ്സ് ഏജ്. മാൻസ് ഏജ് ആണ് 11, ഫാദറിന്റെ 14. 11:1. മാൻസ് ഏജ് 11 ആണെങ്കിൽ സണ്ണിന്റെ 1 ആണ്. അപ്പോൾ 14:11:1. 14:11:1 ആണ് ആ റേഷ്യോ. രണ്ടിടത്ത് എന്താണ്? മാൻ 11 ആണ്. 14 റേഷ്യോ 11 റേഷ്യോ 1 ആണ്. വീണ്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണും. ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇത് എത്ര വർഷം മുന്നെയാണ്? 4 years മൈനസ് 4 years ആണ് ഈ റേഷ്യോ. ഇനി ദ റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ ടു ദാറ്റ് ഓഫ് ദ ഗ്രാൻഡ് സൺ 12 years ഫ്രം നൗ. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ എത്ര എല്ലാവർക്കും ഗ്യാപ്പ് വരുന്നത്? 4 വർഷം. ഇവിടെ 1 യൂണിറ്റിന്റെ ഗ്യാപ്പ്, 1 യൂണിറ്റിന്റെ ഗ്യാപ്പ്, 1 യൂണിറ്റ്. അതായത് എല്ലായിടത്തും ഇവിടെ 3ന്റെ വ്യത്യാസം, 3ന്റെ വ്യത്യാസം. ഇവിടെ 10ന്റെ വ്യത്യാസം, 10ന്റെ വ്യത്യാസം. അതായത് ഇവിടുത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് എന്താണ്? സെയിം തന്നെ അല്ലേ? ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് 3 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്? 3 യൂണിറ്റ് ആണ്. ഇവിടെ 10 യൂണിറ്റ് ആണ് ഫാദർ, മാന്റെ സണ്ണിന്റെ ഡിഫറൻസ് എങ്കിൽ ഇവിടെയും 10 യൂണിറ്റ് ആണ്. രണ്ടും എന്താണ്? എല്ലാ ഡിഫറൻസ് സെയിം ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റേഷ്യോയിലെ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 years ആണ്. പറയുന്നു ദ റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ ടു ദാറ്റ് ഓഫ് സൺ 12 years ഫ്രം നൗ. അപ്പൊ ഇവിടെ ഗ്രാൻഡ് ഫാദർ, ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. ഈ എഫ് എന്ന് എഴുതിയിരിക്കുന്ന എസ് ആണ് നമ്മുടെ സൺ. ഫാദറും സണ്ണും എടുത്തു കഴിഞ്ഞാൽ 15 ഫാദർ എങ്കിൽ, ഗ്രാൻഡ് ഫാദർ എങ്കിൽ ഇത് ഗ്രാൻഡ് ഫാദർ ആണ്. സണ്ണ് 2 ആണ്. ഇത് പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 12 വർഷം കഴിഞ്ഞുള്ള ഇവരുടെ റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. റേഷ്യോയിലെ 1 യൂണിറ്റ് ആണ് 4 വർഷം. അങ്ങനെയാണെങ്കിൽ 12 വർഷം എന്ന് പറഞ്ഞാൽ എന്താവും? 4നെ 3 കൊണ്ട് ഗുണിക്കുകയാണ്, 1നെ 3 കൊണ്ട് ഗുണിക്കുകയാണ്. റേഷ്യോയിലെ ഒറിജിനലായിട്ട് 12 വർഷം കൂടണമെങ്കിൽ, പ്രസന്റിലൂടെ 12 വർഷം കൂടണമെങ്കിൽ റേഷ്യോയിൽ എത്ര യൂണിറ്റ് കൂടിയാൽ മതി? 3 യൂണിറ്റ് കൂടിയാൽ മതി. കാരണം എന്താ? റേഷ്യോയിലെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനലിലെ 4 വർഷം.
ഒറിജിനലിലെ 12 വർഷം എന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ 3 കൂട്ടുക, ഇതിൻ്റെ കൂടെ 3 കൂട്ടുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 18 റേഷ്യോ 5. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് 15 ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ചെയ്യുക. നല്ലൊരു ക്വസ്റ്റ്യൻ. പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് 5 years more than 3 times the age of his daughter. ഇവിടെ എന്താ പറയുന്നത്, ഫാദറും ഡോട്ടറും. ഇപ്പോൾ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത്, പ്രസന്റ് ഏജ് ഓഫ് എ ഫാദർ ഈസ് 5 years more than 3 times the age of his daughter. ഇപ്പോൾ ഡോട്ടറിന് നമുക്ക് എക്സ് വയസ്സാണെങ്കിൽ, ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എക്സിറ്റ് ചെയ്ത് വിട്ട് എക്സ് വയസ്സാണെങ്കിൽ ഫാദറിന് എന്താ 3 times the age of her ഡോട്ടറിനേക്കായും 3x-നേക്കായും 5 കൂടുതലാണ്. 4 years hence, അത് 4 വർഷം കഴിഞ്ഞിട്ട്. ഇവിടെയും 4 വർഷം കൂടുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, 4 വർഷം കൂടുന്നു. Then the father's age will be 8 years more than twice the age of his daughter. ഡോട്ടർ എന്താവും, എക്സ് എന്ന് പറയുന്നത് x+4 ആവും അല്ലെ. 4 വർഷം കഴിയുമ്പോൾ എക്സിൻ്റെ കൂടെ 4 കൂടി x+4 ആവും ഡോട്ടറിന്റെ വയസ്സ്. ഇയാളുടെ വയസ്സ് എന്താവും, 4 years hence the father's age will be 8 years more than twice the age of his daughter. അതായത് ഇതിന്റെ ട്വൈസ്, അതായത് 2x+8 ഇതിന്റെ ട്വൈസിന്റെ കൂടെ എന്ത് ചെയ്യും, അത് will be 8 years more. ഓക്കെ അവിടെ നിൽക്കട്ടെ. 4 വർഷം കഴിഞ്ഞിട്ട് ഇയാളുടെ വയസ്സ് എന്താവും, അവിടെ നിൽക്കട്ടെ. ഇത് 4 വയസ്സ് കൂടുമ്പോൾ x+4 ആവും. ഇത് 4 വർഷം കഴിയുമ്പോൾ 3x+9 ആവും. എന്താ പറയുന്നത്, ഈ ക്വസ്റ്റിനകത്ത് എന്താ പറയുന്നത്, ഇയാളുടെ വയസ്സ് 3x+9 എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത് 4 years hence, അതാണ് 3x+9 ആണ്. ഫാദറിന്റെ ഏജ് വിൽ ബി 8 years more than twice the age of his daughter. അപ്പോൾ ഈ ഡോട്ടറിന്റെ, ഇതാണ് ഡോട്ടറിന്റെ വയസ്സ് x+4 അല്ലേ, അതിന്റെ ഇരട്ടി പറഞ്ഞാൽ 2x+8 ആണ്. അതിനേക്കാളും എത്ര കൂടുതലാവും, ഇതിന്റെ ഇരട്ടിയാണ് 2 × x+4, 2x+8. അതിനേക്കാളും എത്ര കൂടുതലാവെന്ന് പറയുന്നത്, 8 കൂടുതലാവെന്ന് പറയുന്നു. പെർസെൻറ്റേജ് ഓഫ് ഡോട്ടർ എന്നതിൽ എക്സിന്റെ വാല്യൂ ഉണ്ട്. ഇവിടെ 3x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. 3x എക്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. 3x × 2x ആകുമ്പോൾ x കിട്ടും. x = ഇവിടെ 16 - 9 7 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കാം, 7. ഓപ്ഷൻ എ. ചില സ്ഥലത്ത് എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ പറയുന്നു ഫാദറിന്റെ 4 വർഷം കഴിഞ്ഞുള്ള വയസ്സ്, അതായത് 3x+9 എന്ന് പറയുന്നത് ഡോട്ടറിന്റെ ഈ 4 വർഷം കഴിഞ്ഞുള്ള വയസ്സിന്റെ 2 ഇരട്ടിയേക്കായും 8 കൂടുതൽ. എന്താണോ പറയുന്നത് അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. ഓക്കെ, ഇന്ന് നമ്മൾ ഏജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ദയവായിട്ട് ചെയ്യേണ്ട കാര്യം, ആ ഒരു റേഷ്യോ പ്രപ്പോർഷൻ പ്ലേലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ക്ലാസ്സിൽ മൊത്തം കണ്ടുവരിക. നമ്മൾ ഏകദേശം ഒരു 11 ടൈപ്പോളം പഠിച്ചു. ടൈപ്പ് വൈസ്, ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ ഏത് വേണം എന്നുള്ളത് കമന്റ് ആയിട്ട് പറഞ്ഞാൽ അടുത്ത ചാപ്റ്റർ അതനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും റെയിൽവേ എക്സാമിന് വേണ്ടി, അതായത് NTPCക്ക് വേണ്ടി. എല്ലാ എക്സാംസുകൾക്കും, റെയിൽവേ എക്സാംസുകൾക്കും SSC എക്സാമുകൾക്കും ഉപയോഗിക്കാം. മെയിനായിട്ട് നമ്മൾ NTPC ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് ഈ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിയുന്നില്ല, അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിലൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെയൊക്കെ നോട്ടുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ചെറിയ ഷോർട്ട് വീഡിയോ, നിങ്ങളുടെ ഡൗട്ടൊക്കെ NTPCയുടെയും റെയിൽവേയുടെ എല്ലാ ഡൗട്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ സോൾവ് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾ കമൻ്റായിട്ട് ഇടാം. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് പഠിച്ചിട്ട് കിട്ടാത്തതൊക്കെ അങ്ങനെ ചോദിക്കാവുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യാം, ആൻസറായിട്ട് കൊടുക്കാം. ഓരോ ക്ലാസ്സുകളും കണ്ട് നന്നായിട്ട് പഠിക്കുക. ഫുള്ളായിട്ട് കണ്ടു തീർക്കുക. ക്ലാസ്സുകൾ പകുതി കാണാതെ എല്ലാം കണ്ടു തീർക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.